രേഷ്മ, 3 പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. MSC എൽസ 3 എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ഒപ്പം തന്നെ ജനങ്ങൾക്ക് ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങൾ രേഷ്മ. അഞ്ജന, നിലവിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചി, ആലപ്പുഴ, തൃശൂർ, എറണാകുളം ഈ ജില്ലകളിലെ തീരദേശത്തുള്ളവർ കനത്ത ജാഗ്രത പാലിക്കണം. അതായത് ഏതെങ്കിലും കണ്ടെയ്നറുകളോ അല്ലെങ്കിൽ എണ്ണപ്പാടയോ കടലിൽ കണ്ടു കഴിഞ്ഞാൽ അത് തൊടാനോ അല്ലെങ്കിൽ അതിന്റെ അടുത്തോട്ടോ പോകരുത് എന്നുള്ളതാണ് കർശനമായിട്ടുള്ള നിർദ്ദേശം. ഇത് ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 21 പേരെയാണ് ഈ അപകടത്തിൽപ്പെട്ട കപ്പലുണ്ടായിരുന്ന 21 പേരെയാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. 3 പേരെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ശ്രമം പുരോഗമിക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെയും അതോടൊപ്പം തന്നെ നാവികസേനയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. 2 കപ്പലുകൾ, അതായത് നാവികസേനയുടെ 2 കപ്പലുകളും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകളുമാണ് രക്ഷാപ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ചെറു വിമാനങ്ങൾ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കൂടി വിതരണം ചെയ്തിട്ടുണ്ട്. നേരത്തെ ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ 9 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. എന്തായാലും 21 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ക്യാപ്റ്റൻ റഷ്യൻ സ്വദേശിയാണെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. അതോടൊപ്പം തന്നെ ഫിലിപ്പീൻ സ്വദേശികളായിട്ടുള്ള 20 പേരും യുക്രൈൻ സ്വദേശികളായിട്ടുള്ള 2 പേരും ജോർജിയയിൽ നിന്നുമുള്ള ഒരാളും ഈ കപ്പലിലെ ജീവനക്കാരായിട്ട് ഉണ്ടായിട്ടുണ്ട്. എന്നാലും നാവികസേനയുടെ ആശുപത്രിയിൽ, നേവൽ ബേസിലെ ആശുപത്രിയിലേക്കായിരിക്കും ഇവരെ രക്ഷിച്ചതിന് ശേഷം കൊണ്ടുവരിക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 184 സെന്റിമീറ്റർ വലിപ്പമുള്ള കപ്പലാണ് MSC എൽസ മിനി വെസലാണ്. 8 കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത്. വെരി ലോ സൾഫർ ഫ്യൂൽ ഓയിലാണ് അതിനകത്തുണ്ടായിരുന്നത്. അതായത് വെരി ലോ സൾഫർ കണ്ടന്റ് അടങ്ങിയ മറൈൻ ഗ്യാസ് ഓയിൽ. ഈ ഒരു ഓയിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 0.5 മാസാണ്, അതല്ലെങ്കിൽ പിണ്ഡമാണ് ഉള്ളത്. ഇത് മറ്റ് ജ്വലന സാധ്യതയുള്ള വസ്തുക്കളുമായിട്ട് കൂടിക്കലർന്നു കഴിഞ്ഞാൽ കത്തിപ്പടരാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട്. എന്തായാലും പ്രഥമമായിട്ടുള്ള ഒരു പരിഗണന എന്ന് പറയുന്നത് ഈ ജീവനക്കാരെ രക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് ഈ ഒരു ഈ ജീവജാലങ്ങൾക്ക്, മനുഷ്യനടക്കം വലിയ രീതിയിൽ ഭീഷണി ഉണ്ടാകുന്ന ഗ്യാസ് ഓയിലാണ് നിലവിൽ കടലിൽ കലർന്നിരിക്കുന്നത്. അതുകൊണ്ട് 2ാം ഘട്ടത്തിൽ അത് സംബന്ധിച്ചുള്ള നടപടികളിലേക്ക് കോസ്റ്റ് ഗാർഡ് അടക്കം പോവുകയും ചെയ്യും. എന്തായാലും കനത്ത ജാഗ്രത വേണമെന്നുള്ളതാണ് നിലവിൽ കോസ്റ്റ് ഗാർഡിന്റെയും മറ്റ് തീരദേശ പ്രദേശത്തുള്ള ലോക്കൽ സംവിധാനങ്ങൾക്കും ഒക്കെ തന്നെ നൽകിയിട്ടുള്ള നിർദ്ദേശം. എന്തായാലും 21 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അഞ്ജന. ശരി. എന്തായാലും കേരളത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു വാർത്തയിലൂടെ തന്നെയാണ് നമ്മളിപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കൊച്ചി കടൽപാതയിലൂടെ സഞ്ചരിച്ച ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട് അതിലെ കണ്ടെയ്നറുകൾ കടലിൽ വീണു. അപകടകരമായ സൾഫർ കണ്ടെയ്നറുകളാണ് കടലിൽ പതിച്ചതെന്ന മുന്നറിയിപ്പ്. 24 പേരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. 21 പേരെയും രക്ഷപ്പെടുത്തി. 3 പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. MSC എൽസ 3 എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മയും കിരണും.